നിയോഗത്താലി ഭാഗം 10. ഫ്ലോറിലാകെ പടർന്നു കിടക്കുന്ന ബ്ലഡ് മനുവിൽ ഭയമുളവാക്കി. ഓടി അടുത്തെത്തി വാരിയെടുക്കുമ്പോൾ കണ്ടു നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവ്. മടിയിൽ കിടത്തി തട്ടി വിളിക്കുമ്പോൾ ചെറുഞരക്കം മാത്രം കേട്ടു അവളിൽ. മോളെ, സച്ചു, കണ്ണ് തുറക്ക മോളെ, എന്നെ ഒന്ന് നോക്കു മോളെ, എൻ്റെ പൊന്നു മോളല്ലേടി, ഒന്ന് നോക്കടാ, കണ്ണ് തുറക്കടാ. ആർത്തലച്ചു കരഞ്ഞു വിളിക്കുമ്പോൾ നേർത്ത മൂളൽ മാത്രം കേട്ടു. അവളുടെ ശരീരമാകെ വിറകൊള്ളുന്നുണ്ടായിരുന്നു. കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്കോടുമ്പോൾ കാലുകൾ കുഴഞ്ഞു പോകുന്ന പോലെ തോന്നി അവന്. മനുവിൻ്റെ കണ്ണുകളിൽ നിന്ന് ഉതിരുന്ന കണ്ണുനീർ സച്ചുവിൻ്റെ ചോര പടർന്ന മുഖത്ത് തങ്ങി നിന്നു. അവളുടെ വാടിക്കുഴഞ്ഞ കിടപ്പ് കാണുമ്പോൾ ഹൃദയം കീറി മുറിഞ്ഞു ചോര ഒലിക്കുന്നുണ്ടവന്. തൻ്റെ ദേഷ്യം, അതൊന്നു മാത്രമാണ് അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ബോധ്യമുണ്ടായിരുന്നു. നിയന്ത്രണം ലംഘിച്ചു തന്നിൽ നിന്നുതിർന്ന വാക്കുകളാൽ അവൾ തളർന്നു വീഴുമ്പോഴും അതൊന്നും അറിയാതെ അവളെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകാൻ തോന്നിയ നിമിഷത്തെ അവൻ ശപിച്ചു. കാഷ്വാലിറ്റിക്ക് മുൻപിൽ ഇരിക്കുമ്പോൾ ഉള്ളിലുള്ളവളുടെ വിവരമറിയാതെ ഓരോ നിമിഷവും അവൻ പിടഞ്ഞുകൊണ്ടിരുന്നു. സൗപർണികയുടെ കൂടെ വന്നവർ ആരാ? ഒരു നേഴ്സ് പുറത്തേക്ക് വന്ന് ചുറ്റുമൊന്ന് നോക്കി പറഞ്ഞു. ഞാനാ സിസ്റ്ററെ. അവൾക്ക് എങ്ങനെയുണ്ടിപ്പോൾ? മനുവിൻ്റെ ശരീരത്തെപ്പോലെ ശബ്ദത്തിന് പോലും ഇടറലുണ്ടായിരുന്നു ആ സമയം. അകത്തേക്ക് വരൂ, ഡോക്ടർ എല്ലാം പറയും. ഡോക്ടർ ഇരിക്കുന്ന സൈഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോക്ടറുടെ അടുത്തേക്ക് നടക്കുമ്പോഴും അവിടെ മറക്കിയ കർട്ടനുകൾക്കുള്ളിലേക്ക് കണ്ണുകൾ പാഞ്ഞുകൊണ്ടിരുന്നു. അതിലേതോ ഒരു ബെഡിൽ എൻ്റെ പ്രാണനുമുണ്ട്. ഡോക്ടറുടെ മുൻപിലിരിക്കുമ്പോൾ തൻ്റെ പ്രാണന് ഒരു ആപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അവൻ. നിങ്ങൾ സൗപർണികയുടെ ആരാ? ആ ചോദ്യത്തിന് തെല്ലും പകപ്പ് തോന്നിയില്ല നേരം. ഹസ്ബൻഡാണ് ഡോക്ടർ, അഭിമന്യു. ഓക്കെ അഭിമന്യു, സൗപർണിക ഇപ്പോൾ സ്റ്റേബിളാണ്. ബിപിയും ഷുഗർ ലെവലും ലോ ആയിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ. ആൾക്കിപ്പോൾ ബോധം വന്നിട്ടുണ്ട്. വീഴ്ചയിൽ നെറ്റിയിലൊരു ചെറിയൊരു മുറിവുണ്ട്. അതിന് നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ആളിന്ന് ഫുഡൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ബോഡി അല്പം വീക്കായതുകൊണ്ട് ഇന്നൊരു ദിവസം ഇവിടെ കിടക്കട്ടെ. നാളെ നോക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. റിസപ്ഷനിൽ പോയി റൂം എടുത്തോളൂ, അങ്ങോട്ടേക്ക് ആളെ മാറ്റാം. ഡോക്ടറോട് നന്ദി പറഞ്ഞു റിസപ്ഷനിലേക്ക് നടക്കുമ്പോൾ മുഴുവൻ ഉള്ളിൽ കുറ്റബോധമായിരുന്നു. വൈകുന്നേരം അവൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാത്തതിൽ, അവൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് ഓർക്കാത്തതിൽ, അതിനപ്പുറം അവളോട് പറഞ്ഞു പോയ ഓരോ വാക്കുകളും ഓർത്ത് മനസ്സ് വല്ലാതെ നേറിപ്പുകഞ്ഞു. റൂം ബുക്ക് ചെയ്ത് ഇൻഫർമേഷൻ കാഷ്വാലിറ്റിയിലേക്ക് പാസ് ചെയ്തു. അതിനുശേഷം മനു വേഗം തന്നെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് പോയി. കണ്ണുകൾ തുറക്കുമ്പോൾ വേദനയാൽ മുഖമൊന്നു ചുളിഞ്ഞു. നെറ്റിയിൽ തൊട്ടു നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ കെട്ടിവെച്ചിരിക്കുന്നു. ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. ചുറ്റും പച്ചക്കർട്ടനുകൾ മാത്രം. കയ്യിൽ ട്രിപ്പിട്ടിട്ടുണ്ട്. താൻ എങ്ങനെ ഇവിടെ എത്തി? ആര് കൊണ്ടുവന്നു? ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഹാള് വരെ നടന്നു വന്നത് മാത്രം ഓർമ്മയുണ്ട്. അപ്പോൾ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറും നേഴ്സും വന്ന് ചെക്ക് ചെയ്തു പോയി. എന്തൊക്കെയോ ചോദിച്ചു. അവ്യക്തമായി എന്തൊക്കെയോ മറുപടിയും അവൾ കൊടുത്തു. പിന്നെയും ആളെ കൊല്ലുന്ന നിമിഷങ്ങൾ. ചിന്തകൾ വീണ്ടും ഉള്ളിലേക്ക് ഇരച്ചെത്തുന്നു. മനുവേട്ടനായിരിക്കുമോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? വേണ്ടായിരുന്നു. ആൾക്ക് വീണ്ടും താനൊരു ബുദ്ധിമുട്ടായി. അച്ഛനെയും അമ്മയും കാണാൻ തോന്നുന്നു. ആ മടിത്തട്ടിൽ ഒളിക്കാൻ തോന്നുന്നു. ആ പഴയ സച്ചുവായി മാറാൻ, വിച്ചുവുമൊത്ത് കുറുമ്പ് കാണിക്കാൻ, ആ ലോകത്തേക്കൊന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ. ആർക്കൊക്കെയോ വേണ്ടി ബലിയാടാവാൻ നിൽക്കേണ്ടിയിരുന്നില്ല. ആശിക്കാതെ ജീവിതം തന്നു. പിന്നീട് ആശിച്ചു തുടങ്ങിയപ്പോഴും തിരിച്ചുമെടുത്തു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. വിവാഹം തടയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇങ്ങോട്ടുള്ള വരവെങ്കിലും എനിക്ക് തടയാമായിരുന്നു. അതും തടഞ്ഞില്ല. രണ്ടച്ഛന്മാരും കൂടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിത്തരുമ്പോൾ ഉള്ളാലെ ഞാനും സന്തോഷിച്ചു. പക്ഷേ വേണ്ടായിരുന്നു. വീണ്ടും ഒരു കണ്ടുമുട്ടൽ വേണ്ടായിരുന്നു. ഞാൻ കാരണം മനുവേട്ടൻ്റെ ജീവിതവും ഇല്ലാണ്ടായി.
ഇഷ്ടപ്പെട്ട കുട്ടിയെ നഷ്ടപ്പെട്ടതുപോലും താൻ കാരണമായിരിക്കില്ലേ? എന്നെപ്പോലെ തന്നെ മനുവേട്ടനും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെന്നറിയാം. പക്ഷേ വേണ്ട, ഞാൻ ചേരില്ല. മനുവേട്ടൻ പറഞ്ഞതുപോലെ കണ്ടീഷൻസ് ഉള്ള ലവ് ഒരിക്കലും റിയൽ അല്ല. മനുവേട്ടനെ സ്നേഹിച്ചു തുടങ്ങിയ എൻ്റെ മനസ്സ് വീണ്ടും അതിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിച്ചെങ്കിൽ എൻ്റെ പ്രണയം സത്യമായിരിക്കില്ല. എൻ്റെ കൂടെ ജീവിക്കുന്നതിലും സന്തോഷം ആൾക്ക് ആദ്യ പ്രണയം നേടിക്കൊടുത്താൽ ഉണ്ടാകും. ഒഴിവാക്കണം, എന്നേക്കുമായി ആ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. കണ്ണുനീർ ഇരു കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. കരയുവാണോ താൻ? ഹസ്ബൻഡ് പുറത്തുണ്ട് കേട്ടോ, ഇപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ടെൻഷൻ ആവണ്ട. കണ്ണുകൾ തുടച്ചു തന്നുകൊണ്ട് അതും പറഞ്ഞ് നേരത്തെ വന്ന സിസ്റ്റർ അങ്ങ് പോയി. കഞ്ഞിയും വാങ്ങി 402 നമ്പർ റൂമിലേക്ക് കടക്കുമ്പോൾ അറ്റൻഡേഴ്സും സിസ്റ്റർമാരും അവളെ ബെഡിലേക്ക് മാറ്റി കിടത്തുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ ആളാകെ കുഴഞ്ഞ പോലുണ്ട്, ഞെട്ടറ്റ് വീണ പൂവ് പോലെ. ഉള്ളിലേക്ക് കടന്ന് അവിടെയുള്ള ടേബിളിലേക്ക് കഞ്ഞി കൊണ്ടുവച്ചു. ഡ്രിപ്പ് അഴിച്ചു തരാം, ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി കേട്ടോ. അതും പറഞ്ഞ് കണക്ഷൻ അഴിച്ചു വിട്ട് നേഴ്സ് പുറത്തേക്ക് പോയി. അപ്പോഴാണ് അവൾ എന്നെയും കണ്ടതെന്ന് തോന്നുന്നു. ഒരു മാത്ര ഞെട്ടലോടെ നോക്കിയ മിഴികൾ പിന്നെ എന്നെ തേടി വന്നതേയില്ല. എൻ്റെ മുഖത്തൊഴിച്ച് ബാക്കി എല്ലാ സൈഡിലേക്കും ആ മിഴികൾ പായുന്നുണ്ട്. അടുത്തേക്ക് ചെന്ന് ബെഡ് അല്പം ഉയർത്തി വെച്ചു. കഞ്ഞി വാങ്ങി വരുമ്പോൾ തന്നെ അടുത്തുള്ള കടയിൽ നിന്നും പ്ലേറ്റും സ്പൂണും ഗ്ലാസും ഒക്കെ വാങ്ങിയിരുന്നു. പ്ലേറ്റിലേക്ക് കഞ്ഞിയും എടുത്ത് ഒരു വശത്ത് ചമ്മന്തിയും ഇട്ട് ബെഡിനോരത്തിരുന്നു. സ്പൂണിൽ കഞ്ഞി കോരി നീട്ടിയപ്പോൾ ഒന്നും മറുത്ത് പറയാതെ അവൾ വാ തുറന്നു. ശരിക്കും ഞെട്ടിപ്പോയി ആ പ്രവൃത്തിയിൽ. അവൾ നിരാകരിക്കുമെന്ന് കരുതിയിരുന്നു. ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ അനുഭവിക്കുന്നത്. ആ ദേഷ്യവും പരിഭവവും ഒക്കെ കാട്ടുമെന്ന് കരുതി. വീണ്ടും വീണ്ടും കോരിക്കൊടുത്തപ്പോൾ പരിഭവമേതുമില്ലാതെ കഴിച്ചു. മുഖത്ത് നോക്കിയില്ലെങ്കിലും എന്നോട് മുഖം കറുക്കാത്തത് ഉള്ളിൽ അല്പം ആശ്വാസം ഉളവാക്കി. എല്ലാത്തിനും ക്ഷമ പറഞ്ഞ് ചേർത്ത് നിർത്തണം അവളെ. എന്നെന്നും മനുവിൻ്റെ മാത്രം സച്ചുവായി. ഫുഡൊക്കെ കൊടുത്ത് വാ കഴുകി മുഖമൊക്കെ തുടച്ചു കൊടുത്ത ശേഷം മനു അവന് വാങ്ങിയ ഫുഡ് കഴിച്ചു. ആ നേരമൊക്കെയും വല്ലാത്തൊരു ശാന്തതയായിരുന്നു സച്ചുവിൽ. അവളുടെ നീണ്ട മൗനം അവനിലും ചെറുതായി സംശയം നിറച്ചു തുടങ്ങി. ഞാൻ സിസ്റ്ററെ വിളിച്ചിട്ട് ഡ്രിപ്പ് കണക്ട് ചെയ്യാൻ പറയാട്ടോ. അതും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവനെ അവൾ വിളിച്ചു. മനു. ആശങ്കയോടെ മനു തിരിഞ്ഞു നിന്നു. നിൻ്റെ ഫോണൊന്ന് തരാമോ? വീട്ടിൽ വിളിച്ചു പറയാനാ. അവർ വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കോളും. അവൻ്റെ മുഖത്ത് നോക്കാതെ സച്ചു പറഞ്ഞൊപ്പിച്ചു. നേരത്തെ വേദന നിഴലിച്ചു മനുവിൻ്റെ ഉള്ളിൽ. അവൻ്റെ വാക്കുകളാണ് അവളെ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അവനറിയാമായിരുന്നു. മനു പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. തല കുമ്പിട്ടിരിക്കുന്ന സച്ചുവിൻ്റെ മുഖം അവൻ വിരൽ തുമ്പാലുയർത്തി. അവളുടെ ഇരു കണ്ണുകളിൽ നിന്നും ഓരോ തുള്ളി ഞെട്ടറ്റു വീണു. ഇരു കൈകളാലും ആ കുഞ്ഞുമുഖം കൈക്കുമ്പിളിലാക്കി ഇരുവിരലുകളാൽ ആ തുള്ളികളെ തുടച്ചു നീക്കിയവൻ കുനിഞ്ഞ് ആ മുറിവുള്ള നെറ്റിയിൽ നനുത്തൊരു ചുംബനം നൽകി. പിന്നെ ആ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. സോറി. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എന്നോടൊന്ന് ക്ഷമിക്കുമോ താൻ? മനുവിൻ്റെ വാക്കുകൾ ഉള്ളിലൊരു തണുത്ത കാറ്റ് വീശിയെങ്കിലും തൻ്റെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി. എനിക്കൊരു ദേഷ്യവുമില്ല. മനു പറഞ്ഞതൊക്കെ സത്യമാണ്. എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാനത് അംഗീകരിക്കുന്നുമുണ്ട്. എനിക്ക് ഇയാളോട് ഒരു പരിഭവമില്ല കേട്ടോ. എത്രയും വേഗം മനുവിനെ ഈ കുരുക്കിൽ നിന്ന് മോചിപ്പിക്കണമെന്നേ എനിക്കുള്ളൂ. ഇപ്പോൾ പോലും നോക്കിക്കേ, ഇങ്ങനെ ഹോസ്പിറ്റലിൽ മനുവിന് ബാധ്യതയായി. അത് ഓർക്കുമ്പോൾ മാത്രമായി എനിക്ക് സങ്കടം. വീട്ടിൽ അറിയിക്കുവാണേ അവർ വന്നോളും. അവർ വന്നാൽ മനുവിന് പോകാലോ. അവളുടെ വാക്കുകളൊന്നും ഇത്തവണ അവനെ ദേഷ്യം കൊള്ളിച്ചില്ല. തൻ്റെ പ്രവൃത്തി ഒന്ന് മാത്രമായി ഇതിനൊക്കെ കാരണം. ആ ബോധ്യം ഉണ്ട് ഉള്ളിൽ. വിളിച്ചാൽ വരുമായിരിക്കും. പക്ഷേ തൽക്കാലം എൻ്റെ ഭാര്യയെ നോക്കാൻ ഞാൻ മാത്രം മതി കേട്ടോ ടീച്ചറെ. നെറ്റിയിൽ ഒന്നുകൂടി മുത്തി കവിളിലൊന്ന് തട്ടി സിസ്റ്ററെ വിളിക്കാനായി പുറത്തേക്ക് നടന്നു. ഡാ, പെങ്ങടെ കയ്യിൽ ശരിക്ക് പിടിക്കടാ. ശബ്ദം കേട്ട ഭാഗത്ത് തിരിഞ്ഞു നിന്നു രൂക്ഷമായി നോക്കി. എവിടെ? 32 പല്ലും കാട്ടി വെളുക്കച്ചിരിക്കുന്നുണ്ട് അവൻ. അവൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അതും പൂർത്തിയായി.
തിരിഞ്ഞു നോക്കി നടക്കുമ്പോഴേക്കും ഷോൾഡറിൽ ഒരു പിടി വീണിരുന്നു. നോക്കാതെ തന്നെ അറിയാം ആരാണെന്ന്. ഇന്നലെ അഡ്മിറ്റായ മുതൽ ഈ നേരം വരെ കാണുന്നുണ്ട് ആ കൈകളുടെ താങ്ങും ആ കണ്ണുകളിലെ വേദനയും. ഒന്നും മിണ്ടാതെ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. കാർ പാർക്ക് ചെയ്ത് കിരണുമുണ്ട് പുറകെ. ഇന്ന് രാവിലെ കണി കണ്ടുണർന്നത് കിരണിൻ്റെ മുഖമാണ്. മനു വിളിച്ചു വരുത്തിയതാണെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു ദിവസം കൊണ്ട് മനുവും ആകെ തളർന്നിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ അവനെ വിളിച്ചത്. ഡിസ്ചാർജായി കാറിൽ കയറും വരെ മിസ്സേ എന്ന് വിളിച്ചവനാ ഇപ്പോൾ പെങ്ങളേന്ന്. മനു പറഞ്ഞിട്ടുണ്ടാകുമോ അവനോട് എല്ലാ കാര്യവും? ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ടും അവൻ പറയുമോ? അവൻ്റെ വിളിയും ചിരിയും നോട്ടവും ഒക്കെ കാണുമ്പോൾ ആകെ ഒരു വശപ്പെശക് തോന്നുന്നുണ്ട്. പെങ്ങളെ സൂക്ഷിച്ച്. ലിഫ്റ്റിൽ കയറുമ്പോൾ വീണ്ടും കേട്ടു ആ ശരീരി. ഇവനെ ഇന്ന് ഞാൻ. ആരോടോ നിൻ്റെ പെങ്ങൾ? ഞാൻ നിൻ്റെ ടീച്ചറല്ലേ, മിസ് എന്ന് വിളിക്കടാ. കണ്ണുരുട്ടി അവനെ നോക്കി. കണ്ണുരുണ്ട് വീടാതത് ഭാഗ്യം. എവിടെ മാറ്റമൊന്നുമില്ല, സ്ഥായി ഭാവം തന്നെ. അത് പിന്നെ എൻ്റെ ചങ്കിൻ്റെ ഭാര്യ എൻ്റെ പെങ്ങളല്ലേ, ടീച്ചറൊക്കെ അങ്ങ് കോളേജിൽ അല്ലേടാ വിയെ? പറയുമ്പോഴും സ്ഥായി ഭാവമായ ചിരിയുണ്ട് കൂടെ. അപ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പണായി. മനുവിൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചു സച്ചു മുൻപോട്ട് നടന്നു. കിരണിനെ നോക്കി പേടിപ്പിച്ച് മനു പുറകെ ഓടി. ഓ പിന്നെ ഞാനങ്ങ് പേടിച്ചു മുള്ളി. ഒന്ന് പോടാപ്പാ. കിരണൊന്ന് പുച്ഛിച്ചു. ഓടി വന്ന് കൈ ചുറ്റിപ്പിടിക്കുന്നുണ്ട് ആള്. കൈ വലിക്കാൻ ശ്രമിച്ചപ്പോൾ ആളുടെ കൈയുടെ മുറുക്കം കൂടി. സോറിയടി, അവൻ ആദ്യമേ നമ്മുടെ മാരേജ് കഴിഞ്ഞതൊക്കെ അറിയാം. വാക്കുകൾക്ക് എന്താ ഒരു മൃദുലത! ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ ഇങ്ങർക്ക്? കണ്ട നാൾ മുതൽ ചാടിക്കടിക്കാൻ വന്നവനാ. ഇനിയും ആളുകളുണ്ടോ ഇതുപോലെ? ചുഴിഞ്ഞൊന്ന് നോക്കി മനുവിനെ. ഇല്ലടാ, ഇവന് മാത്രമേ അറിയൂ. കിരൺ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. കോളേജിൽ നിന്ന് കൂട്ട് ആയതാണ് ആൽഫിയും മിഥുനും. അവർക്ക് ശരിക്കും എൻ്റെ ഐഡൻറ്റിറ്റി പോലും അറിയില്ല. ഒന്ന് മൂളിക്കൊണ്ട് ഡോറിനടുത്തേക്ക് നടന്നു. ഇവനല്ലാതെ വേറെ ആർക്കും ഒന്നും അറിയില്ല. കോളേജിലോട്ട് അറിയിക്കുകയുമില്ല. കോളേജിൽ സ്റ്റുഡൻറ്റ് അബിയാവില്ല, ഹസ്ബൻഡ് അബി. കോളേജ് സ്റ്റുഡൻറ്റ് അബിയാവില്ല, ഹസ്ബൻഡ് അബി. ബിസിനസ് മാൻ മനു തന്നെയായിരിക്കും നിൻ്റെ കിട്ടിയൻ. പ്ലീസ് ഡി, ഇനി ഈ കാരണത്തെ പിണങ്ങല്ലേ നീ. കീ ഉപയോഗിച്ച് ഡോർ തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആളുടെ പറച്ചിൽ. പുറത്തേക്ക് വന്ന ചിരി എങ്ങനെയോ കടിച്ചു പിടിച്ചു. ഗൗരവം വിടാൻ പാടില്ലാലോ. അതിനും വേണ്ടി കിരൺ കുലുങ്ങിച്ചിരിക്കുന്നുണ്ട്. ഡാ മോനെ അബിക്കുട്ട, നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയോ? എന്താ ഒരു ഭവ്യത! നീ തന്നെയാണോടാ നമ്മുടെ കോളേജിലെ ഗർജിക്കുന്ന സിംഹം? മനു പല്ലു കടിച്ച് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. നിനക്കിനിയും മതിയായില്ലേടാ പുല്ലേ എന്നൊരു ഭാവത്തോടെ. കിരണിൻ്റെ ഷോൾഡറിൽ കൈയിട്ട് അവൻ്റെ ചെവിയിലേക്ക് മുഖമടുപ്പിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും ആ പോകുന്നതിന് വളച്ചൊന്ന് കുപ്പിയിലാക്കിക്കോട്ടേടാ. ഇന്നലെ രാത്രി വീട്ടുകാരെ വിളിച്ച് തിരിച്ചു പോകാൻ തയ്യാറായ മുതലാത് പാടുപെട്ട ആ തീരുമാനമൊന്ന് മാറ്റിയത്. അതിനെ ഞാനൊന്ന് മെരുക്കിക്കോട്ടെ. അതിനിടയിലിട്ട് നീ എനിക്കിട്ടുണ്ടാക്കല്ലേ മോനെ. റൂമിലേക്ക് പോകുന്ന സച്ചുവിനെ നോക്കിക്കൊണ്ട് കിരണിൻ്റെ ചെവിയിൽ മനു മുരണ്ടു. രക്ഷപ്പെട്ടു. താങ്ക്സ് ഡാ. ഇന്നലെ മുതൽ എൻ്റെ ചെവിക്കൊരടപ്പുണ്ടായിരുന്നു. 5 പൈസ ചിലവില്ലാതെ നിൻ്റെ ശ്ലോകത്തിൽ അത് തുറന്നങ്ങ് കിട്ടി. നീയാണ് മോനെ നൻപൻ. ചെവിയിൽ വിരൽ കറക്കി പറഞ്ഞുകൊണ്ട് കിരൺ സോഫയിലേക്ക് ചാഞ്ഞു. ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തും. നീ ഇവിടെ ഇരി, ഞാൻ അവളെ ഒന്ന് നോക്കിയിട്ട് വരാം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. കഴിക്കാൻ ഒരു കുന്തവുമില്ല ഇവിടെ. നമുക്കൊന്ന് പുറത്തു പോകാം. മനു റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ കണ്ടു ബെഡിൽ ചെരിഞ്ഞു കിടക്കുന്നവളെ. ഇന്നലെ ഡിവോഴ്സും തന്ന് പോകാനിരുന്ന അവളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പെട്ടൊരു പാട്. രാത്രി മുഴുവൻ സോറി പറഞ്ഞു പുറകെ നടപ്പായിരുന്നു പണി. ഒരവസരം കൂടി തരാൻ തന്നാലാവും വിധം കെഞ്ചി. എന്നാലും സാരില്ല, ആൾ തിരികെ വന്നല്ലോ. രാവിലെ അവളുടെ അച്ഛൻ ഫോൺ വിളിച്ചപ്പോൾ നെഞ്ചൊന്നാളി. അവളുടെ ഫോണിൽ കിട്ടാഞ്ഞിട്ട് എൻ്റെ ഫോണിലാണ് വിളിച്ചത്. അച്ഛനോട് അവളൊന്നും പറയാതിരുന്നപ്പോഴാ സമാധാനം വീണേ. അച്ഛനോട് സംസാരിക്കുമ്പോഴും അവളുടെ നോട്ടം മുഴുവൻ എന്നിൽ തന്നെയായിരുന്നു. പോകരുതേ എന്നൊരു ഭാവം എൻ്റെ മുഖത്ത് അവൾ കണ്ടിട്ടുണ്ടാകാം. അവൾ ഈ റൂമിൽ ഈ ബെഡിൽ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ പാതി ആശ്വാസം. ബാക്കിയൊക്കെ വഴിയെ ശരിയാക്കാം. മനു ശബ്ദമുണ്ടാക്കാതെ ബെഡിനടുത്തേക്ക് പോയി തലഭാഗത്തിരുന്നു. കൈ ഉയർത്തി പതുക്കെ ആ മുടിയിലൂടെ വിരലോടിച്ചു. സാമീപ്യം മനസ്സിലാക്കിയെന്നോണം കണ്ണൊന്ന് തുറന്ന് നോക്കി വീണ്ടും കണ്ണടച്ചു അവൾ. തളർന്നുള്ള കിടപ്പ് കാണുമ്പോൾ നെഞ്ചിൽ
നെഞ്ചിപ്പോഴും പിടക്കുന്നുണ്ട്. ഇനി വേദനിപ്പിക്കില്ല ഒരിക്കലും. ഉയർന്നു വന്ന് ആ നെറ്റിയിലൊന്നും മുത്തി. അപ്പോഴും കണ്ണുകൾ തുറന്നില്ല. കൃഷ്ണമണികളുടെ ചലനം അടഞ്ഞ കണ്ണുകൾക്കിടയിലും വ്യക്തമാണ്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം വരാം. വന്നിട്ട് ഫ്രഷ് ആകാട്ടോ തനിക്ക്. അതുവരെ ഒന്ന് മയങ്ങോ. ഫോൺ ടേബിളിന് മുകളിൽ വെക്കുന്നുണ്ട്. എൻ്റെ നമ്പറും സേവ് ചെയ്തിട്ടുണ്ട്. എന്തേലും വയ്യായിക ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. പറഞ്ഞിട്ട് നോക്കുമ്പോഴും ആൾ കണ്ണ് തുറന്നിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സച്ചു നീ? കണ്ണ് തുറക്കാതെ തന്നെ തലയാട്ടുന്നുണ്ട് അവിടെ നിന്ന്. ആ കവിളിലൊന്ന് തഴുകി മനു പുറത്തേക്ക് നടന്നു. മനുവും കിരണും വരും വരെ സച്ചു നന്നായൊന്ന് മയങ്ങി. മനു എത്തിയ ശേഷം സച്ചുവിനെ ഫ്രഷ് ആകാൻ സഹായിച്ചു. അപ്പോഴേക്കും കിരൺ കോഫി തയ്യാറാക്കി സ്നാക്സും എടുത്ത് സോഫയിൽ ഹാജർ വെച്ചു. ഫ്രഷായി വന്ന് മൂവരും കോഫി കുടിച്ച ശേഷം സച്ചുവിനെ അവിടെ ഇരുത്തി മനുവും കിരണും അടുക്കള ഏറ്റെടുത്തു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിരൺ സച്ചുവുമായി ഒരടുപ്പമുണ്ടാക്കി. പെങ്ങളെ പെങ്ങളെ എന്ന് വിളിച്ച് അവസാനം സച്ചു അവൻ്റെ ആസ്ഥാന പെങ്ങൾ സ്ഥാനം ഏറ്റെടുത്തു. അല്ലേലും വാ പോയ കോടാലിയായ അവനെ ആരും പെട്ടെന്ന് ഇഷ്ടപ്പെടും. എത്രയൊക്കെ സംസാരിച്ചാലും മനുവിനും സച്ചുവിനുമിടയിൽ ഒരു അദൃശ്യമായ അകലമുണ്ടായിരുന്നു. അത് കിരണിനും മനസ്സിലായി. പക്ഷേ അത് ഭേദിക്കേണ്ടവർ അവർ തന്നെയാണ്. പരസ്പരം അടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ താനേ പൊളിയും ആ അദൃശ്യമതിൽ. രാത്രി ഫുഡ് ഒരുമിച്ച് കഴിച്ച ശേഷമാണ് കിരൺ പോയത്. അവൻ പോയതോടെ അതുവരെ ഉണ്ടായിരുന്ന അന്തരീക്ഷം നിമിഷ നേരം കൊണ്ട് മൗനത്തിൻ്റെ ആവരണം അണിഞ്ഞു. കിച്ചണൊക്കെ ഒതുക്കി വെച്ച ശേഷം റൂമിലേക്ക് വരുമ്പോൾ മനു കണ്ടിരുന്നു ഉറങ്ങാതെ കിടക്കുന്ന സച്ചുവിനെ. ബെഡിനോരത്തായി അവനും കിടന്നു. അവളൊന്ന് ചെരിഞ്ഞു നോക്കി. അതേ നിമിഷം തന്നെ മനുവും നോക്കി. കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ഒരു പിടച്ചലോടെ രണ്ടുപേരും മിഴികൾ പിൻവലിച്ചു. കുറച്ചു സമയം കടന്നുപോയി. സച്ചു, നമുക്ക് ജീവിക്കണ്ടേ? പക്ഷേ അതിന് നമുക്ക് കുറച്ച് സമയം കൊടുക്കാമല്ലേ? പരസ്പരം പിരിയാമെന്ന് പലവരും നമ്മൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞെങ്കിലും നമുക്ക് തന്നെ അറിയാം നമ്മൾ രണ്ടാളും ഒരിക്കും അത് സാധിക്കില്ലെന്ന്. നെഞ്ചിലിനി ഈ രൂപമല്ലാതെ ഈ പേരല്ലാതെ വേറൊരാൾക്കും ഇടമില്ല. തനിക്കും അങ്ങനെ തന്നെയാണെന്നറിയാം. എന്നാൽ പരസ്പരം അടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് എങ്ങുമില്ലാത്ത പ്രശ്നങ്ങളാണ് നമുക്കിടയിൽ. അതുകൊണ്ട് ഒന്നിനും ഇനി തിടുക്കം കൂട്ടണ്ട. കുറച്ച് സമയമെടുത്ത് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി സന്തോഷങ്ങളും സങ്കടങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പങ്കുവെച്ച് ആദ്യം ഒരു ബോണ്ടുണ്ടാവട്ടെ. അപ്പോൾ താനേ നമ്മൾ ഒരിക്കലും പിരിയാനാവാത്ത വിധം അടുത്തോളും. എനിക്കെന്തായാലും സച്ചുവിനെ വേണം. നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല എനിക്ക്. നമുക്ക് സമയമെടുത്ത് ഇപ്പോഴുള്ള ഈ അകലം കുറയ്ക്കാമല്ലേ? അതല്ലേ നല്ലത്? അവളുടെ മറുപടിക്കായി മനു ഉറ്റുനോക്കി. അത് സച്ചുവും അറിയുന്നുണ്ടായിരുന്നു. ഇഷ്ടമുണ്ട്, അല്ല ഇഷ്ടം തന്നെയാണ്. എന്നാൽ എന്തോ ഒരു അകലവുമുണ്ട് നമുക്കിടയിൽ. അത് എന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. ഈ താലി കഴുത്ത് വീണ മുതൽ ഇതിനും ഇത് ചാർത്തിയ ആൾക്കും ഒരിടമുണ്ട് ഈ ഹൃദയത്തിനുള്ളിൽ. എന്നാലും അറിഞ്ഞോ അറിയാതെയോ അതിനൊരു പോറൽ ഏൽക്കുന്നുമുണ്ട്. മനു പറഞ്ഞ പോലെ നമുക്ക് അല്പസമയമെടുക്കാമല്ലേ എല്ലാം നേരെയാവാൻ? പിരിയാൻ ഞാനും ചിലപ്പോഴൊക്കെ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഈ സാമീപ്യം അറിയുന്ന നിമിഷം അതൊക്കെ മറന്നു പോവും. എനിക്കും വേണം ഇയാളെ. മനു പറഞ്ഞ പോലെ അതിനു വേണ്ടി നമുക്ക് ആദ്യം പരസ്പരം മനസ്സിലാക്കാം, എന്നിട്ട് ജീവിച്ചു തുടങ്ങാം. മനുവിൻ്റെ ഉള്ളമൊന്ന് കുളിർന്നു. കൂടെ ഉണ്ടാകുമെന്നൊരു വാക്യ ആ നിമിഷം അവനും ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ എടുത്തതാണ് ശരിയായ തീരുമാനമെന്ന് രണ്ടാൾക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ രണ്ടുപേരെയും അലട്ടിയിരുന്ന വേദകളൊക്കെ മാഞ്ഞുപോയി. മനസ്സിൽ സന്തോഷം നിറയാൻ തുടങ്ങി. അപ്പോൾ ഇനി മുതൽ മനുവേട്ട എന്ന് വിളിക്കാവോ? ഞാൻ പ്രായം കൊണ്ടും നിന്നേക്കാൾ മൂത്തതാടി. വാക്കുകളിൽ വീണ്ടും കുസൃതി നിറഞ്ഞു തുടങ്ങി. ആദ്യം എൻ്റേതാണെന്ന് ഞാനൊന്ന് ഉറപ്പിക്കട്ടെ, അതുവരെ മനു മതി. അവളുടെ മനസ്സ് മന്ത്രിച്ചു. അയ്യടാ, ആദ്യം ഈ സ്റ്റുഡൻറ്റ് പോസ്റ്റ് മാറട്ടെ. അല്ല, എന്നോട് പറഞ്ഞു തന്നില്ലാലോ ഇവിടെ ബിസിനസ് ചെയ്യാൻ വന്നിട്ട് സ്റ്റുഡൻ്റായ കഥ. ഈ പിശാശിന് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല എൻ്റെ ദേവി. ഒന്ന് മയപ്പെട്ട് വന്നതേയുള്ളൂ. അപ്പോഴേക്കും മൈഥിലിയെ വളക്കാൻ
കഥ പറഞ്ഞ് മൈഥിലിയെ വളക്കാനിറങ്ങിയ കഥ പറഞ്ഞ് ഉള്ളടുപ്പം കളയാൻ എന്നെക്കൊണ്ടൊന്നും വയ്യ. അതൊക്കെ പിന്നെ പറയാം. ഇപ്പം എൻ്റെ മോള് കിടന്നുറങ്ങിക്കേ, മെഡിസിനൊക്കെ എടുത്തതാ. വെറുതെ ഉറക്കമൊഴിഞ്ഞ് അസുഖം വരുത്തി വെക്കല്ലെൻ്റെ പൊന്നെ. പഞ്ചാരയും തേനും ഒഴുക്കി പറഞ്ഞുകൊണ്ട് അവൻ AC ഓൺ ചെയ്ത് അവളെ കംഫർട്ടർ പുതുപ്പിച്ചു. അതല്ലാതെ ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലല്ലോ. അവളോട് കളവ് പറയാൻ അവൻ ആ നിമിഷം ആഗ്രഹിച്ചുമിരുന്നുമില്ല. തുടരും. എൻ്റെ ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. അടുത്ത ഭാഗവുമായി വീണ്ടും നാളെ വരാം. താങ്ക് യു.